ACL, PCL പോലത്തെ സ്പോർട്സ് ഇഞ്ചുറീസ് ഇല്ലേ, അതിനൊക്കെ സർജറി നിർബന്ധമാണോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മൾക്ക് ഒരിക്കലും സർജറി ഒരു എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻസും ഉണ്ട്, അല്ലാത്ത കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ACL, PCL എന്നുള്ളത് വിടാം. ഞാൻ സ്പോർട്സ് ഇഞ്ചുറീസിന്റെ കാര്യം പറഞ്ഞുതരാം. കാരണം നമ്മൾ ഒത്തിരി സ്പോർട്സ് അത്ലറ്റ്സിനെ, വെദർ ഇറ്റ് ക്യാൻ ബി ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, പാരാ ഒളിമ്പിക് അല്ലെങ്കിൽ റേസേഴ്സ്, ഇങ്ങനെ എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാർ വരുന്നത് ഈ പറഞ്ഞ പോലെ ACL അല്ലെങ്കിൽ PCL അല്ലെങ്കിൽ ഒരു മെനിസ്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റർ കഫ് ആങ്കിൾ സ്പ്രെയിൻ അല്ലെങ്കിൽ ഹിപ്പിന്റെ ലേബറൽ ടയേഴ്സ്, ഇങ്ങനെയാണ് വരുന്നത്. അതിൽ 99% ആൾക്കാർക്കും സർജറീസ് വേണ്ട. അവർ സർജറി പണ്ട് ചെയ്തിട്ടും പിന്നെയും റിക്കറന്റ് ഇഞ്ചുറീസ് വന്നിട്ട് പോലും നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ സർജറിക്ക് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ലിഗമെന്റ് ടയർ ആയിട്ട് ആ പ്ലെയറിന് അവരുടെ കരിയറിന് കളിക്കാൻ പറ്റുന്നില്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സർജറി പറയും. ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എപ്പോഴും ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, യു ട്രൈ റീജനറേറ്റീവ് മെഡിസിൻ. വൈ? ഇതൊരു അപ്കമിങ് എന്നുള്ളതല്ല, എസ്റ്റാബ്ലിഷ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇന്റർനാഷണൽ അത്ലറ്റ്സ് നോക്കുകയാണ്, വെദർ ഇറ്റ് ബി എൻ NBA പ്ലെയർ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ്, വെദർ ഇറ്റ് ബി എ നെയ്മർ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓർ മെസ്സി, ഇവരെല്ലാം റീജനറേറ്റീവ് മെഡിസിൻ ട്രൈ ചെയ്യുന്നതാണ്. ആൻഡ് വൈ റീജനറേറ്റീവ് മെഡിസിൻ? യുവർ റിക്കവറി ഈസ് ഫാസ്റ്റ്. സർജറി ചെയ്ത് കിട്ടുന്ന റിക്കവറിനേക്കാളും എഫക്റ്റീവ് ആണ്. ആൻഡ് ദ റിസൾട്ട്സ് ആർ ബെറ്റർ ദാൻ സർജറി. ഏതാ സർജറി ഇൻഡിക്കേഷൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില കണ്ടീഷനിൽ പണ്ട് ഓപ്ഷൻസ് ഇല്ല. നമ്മൾക്കിപ്പോൾ ഒരു grade 2 ഇഞ്ചുറി, ഒരു പാർഷ്യൽ ലിഗമെന്റ് ടയർ ഇഞ്ചുറി, പണ്ട് അവർക്ക് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ അത് സർജറി ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഓപ്ഷൻ അല്ല ഇന്ന് ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിനും നമുക്ക് സ്റ്റെം സെൽ തെറാപ്പി ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിക്കവറി ഫാസ്റ്റർ ആണ് ആൻഡ് ദ ഹീലിംഗ് ഇസ് ഗുഡ് ആൻഡ് യു ക്യാൻ റിട്ടേൺ ടു സ്പോർട്സ് ഇൻ നോ ടൈം. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീശാന്ത് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അതുകൊണ്ടാണ് ആ ഫ്രീഡം കൊടുത്ത് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ദുലീപ് മേനൻ. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആണ്, ഇപ്പോൾ ഫുട്ബോൾ കോച്ചാണ്. അപ്പോൾ അവരെല്ലാം റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് സർജറി ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. അവരെന്റെ അടുത്ത ആളായതുകൊണ്ട് അവർക്ക് എന്നെ ട്രസ്റ്റാണ്. അവരുടെ കെയർ ഓഫിലാണ് എനിക്ക് ഒത്തിരി പേഷ്യൻസ് വന്നേക്കുന്നത്. ഇപ്പൊ റേസേഴ്സ്, ഇപ്പൊ നമ്മളെ റെഡ് ബുള്ളിന്റെ ഒരു ഇന്റർനാഷണൽ റേസർ ഉണ്ട്, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഹരിത്ത് എന്ന് പറഞ്ഞിട്ട്. ഹി ഹാഡ് ഷോൾഡർ ഇഞ്ചുറി ആൻഡ് ഹി വാസ് ഗീവൺ എ സ്റ്റെം സെൽ ഓപ്ഷൻ. ഞാനല്ല ഓപ്ഷൻ കൊടുത്തത്, ഹി വാസ് ഗീവൺ ഓപ്ഷൻ ഫ്രം ദ റെഡ് ബുൾ അക്കാഡമിയിൽ നിന്ന് ഒരു സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ കൊടുത്തപ്പോൾ ഹി കെയിം ടു നോ ദാറ്റ് ഐ ആം ഡൂയിങ് ദ ട്രീറ്റ്മെന്റ് ത്രൂ ഹിസ് ഫ്രണ്ട് ഹു ഹാസ് ടേക്കൻ ട്രീറ്റ്മെന്റ് ഫ്രം us. പുള്ളി ചെയ്തിട്ട് ഇൻ 2 weeks ഹി കുഡ് ഗോ ഫോർ എ റേസ്. അപ്പോൾ അതാണ് ആ റിക്കവറിയുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ യുവർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടു ബി പ്രിസൈസ് ഇസ് നോ, സർജറി ഇസ് നോട്ട് ദ ഓൺലി ഓപ്ഷൻ. നമ്മൾക്ക് ആവശ്യത്തിന് ഞാൻ സർജറി വേണമെങ്കിൽ ചെയ്തു തരാം, അല്ലെങ്കിൽ 99% ഐ ഗീവ് യു അഷുറൻസ് നമുക്ക് സ്റ്റെം സെൽ ട്രീറ്റ്മെന്റിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വൈ ഡു ഐ സ്പെസിഫിക്കലി സേ സ്റ്റെം സെൽ? സ്പോർട്സിന്റെ ആൾക്കാരുടെ പ്രശ്നം, അവർക്ക് പെട്ടെന്ന് റിക്കവറി വേണം, അവർക്ക് മൾട്ടിപ്പിൾ സിറ്റിംഗ് പറ്റില്ല. അപ്പൊ സ്റ്റെം സെൽ വുഡ് ബി ദ ഐഡിയൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. ഇപ്പൊ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് ഒരു ACSO അല്ലെങ്കിൽ ഓർത്തോജൻ PO, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഇറ്റ് നീഡ്സ് മൾട്ടിപ്പിൾ സിറ്റിംഗ്. അതിന്റെ റിക്കവറി ടൈമും ഫാസ്റ്റർ അല്ല, കുറച്ചും കൂടി സ്ലോവർ ആണ്. സ്റ്റെം സെല്ലാവുമ്പോൾ ഒരൊറ്റ സിറ്റിംഗ് അവർക്ക് പെട്ടെന്ന് റിക്കവറി വരാം. ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, ACL സ്പ്രെയിൻ, മെനിസ്കൽ grade 2 ഇഞ്ചുറി, റൊട്ടേറ്റർ കഫ് ടെൻഡനൈറ്റിസ്, ആങ്കിളിന്റെ ലിഗമെന്റിന്റെ, ഇതെല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. അതിന്റെ ഉപയോഗിച്ചവർക്ക് അറിയാം അതിന്റെ ഗുണം, അവരുടെ കെയർ ഓഫിൽ വരുന്ന പേഷ്യൻസിനും അറിയാം.